കൊയിലാണ്ടിയിൽ CPIഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. പ്രതി അഭിലാഷിനെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. കൊലപാതകത്തിന് പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ, ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. വാർത്തകളിലേക്ക്. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ടുള്ള PV സത്യനാഥ് കൊല്ലപ്പെടുകയായിരുന്നു. ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ പ്രതി കീഴടങ്ങുകയും ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പ്രതി നൽകിയിട്ടുള്ള മൊഴി. ഒപ്പം തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായിക്കൊണ്ട് അവിടെ പരിശോധിക്കുകയും ഒടുവിൽ ഈ കത്തി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണം എന്തിനാണ് കൊലപാതകത്തിനായിക്കൊണ്ട് ഈ പ്രതി തെരഞ്ഞെടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തത്. 14 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ വിശദമായിട്ടുള്ള തെളിവെടുപ്പും ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഈ പ്രതിയെ ക്ഷേത്രാങ്കണത്തിൽ ഉൾപ്പെടെ കൊണ്ടുവരികയും അവിടെ എത്തിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ആവശ്യമാണ്. വലിയ ഒരു സംഘർഷ സാധ്യത ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ അവിടെ ആളുകളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഇടപെടലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് വളരെ ഏറെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളുടെ നടുവിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നത്. കത്തി കണ്ടെത്തിയ ഭാഗവും ഒപ്പം തന്നെ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആ സ്ഥലവും അവിടെങ്ങളിൽ എത്തിച്ചുകൊണ്ടായിരിക്കും പ്രതിയുടെ തെളിവെടുപ്പ് ഉണ്ടാവുക. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെയോ കസ്റ്റഡി ലഭിക്കും. അതിനനുസരിച്ച് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ C. മുഹമ്മദ്.